ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ കുഞ്ഞാപ്പീസ് വ്ലോഗ്. കുഞ്ഞാപ്പി ഇതവിടെ രാവിലെ ഫോണുമ്മ കളിക്കാം. അടുക്കളയിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ. എന്താവുമെന്നൊന്നും അറിയില്ല. നമ്മളിന്ന് ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പം ബിരിയാണീൻ്റെ ചെറിയൊരു വീഡിയോ ആണിത്. അടുക്കളയിൽ നിന്നായതുകൊണ്ട് ക്ലിയർ കുറച്ച് കുറവാണ്. എന്നാലും ഉള്ള ക്ലിയറിൽ ഞാൻ കൃത്യമായിട്ട് എടുക്കാം. വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ബാവുട്ടുണ്ട്. ബാവുട്ട് ESAയിൽ പോയതാ. കുറേ നാളായിപ്പോൾ ESA തന്നെ ഉള്ളൂ. അതൊന്നും റെഡിയായി കിട്ടണില്ല. അപ്പോൾ ഇന്നും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫോണ് കൊണ്ടുപോകാൻ മറന്ന് ഞാനായിട്ട് കണ്ടതുമില്ല കൊടുക്കാൻ. അത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറ്റി വെച്ചതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കുഞ്ഞാപ്പി ആ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഫോണിലേക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ക്ലിയർ ഉണ്ടോ, സൗണ്ട് ഉണ്ടോ എന്നൊന്നും മനസ്സിലാവണില്ല. സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. സൗണ്ട് കുറവുണ്ടെന്ന്. ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി. ബിരിയാണിക്ക് ഞാൻ ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത്. ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ബാവുട്ടനും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ 5 ആളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കുക്കർ ബിരിയാണി മതി ഇന്ന്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ ഇതാ. പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇടുമെന്നറിയില്ല. ഇതൊക്കെ ഇങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഉള്ളിയുണ്ട്, തക്കാളി ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മളെ കറിവേപ്പിലയും അതെല്ലാം, പിന്നെ ചിക്കന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഞാൻ എങ്ങനെയത് കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറുനാരങ്ങുണ്ട്. അപ്പോൾ എൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ കുക്കർ ബിരിയാണിക്ക് ഞാൻ ആദ്യം തന്നെ ചോറ് റെഡിയാക്കും. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ഞാൻ ചോറുണ്ടാക്കും. എന്നതിന് ശേഷമാണ് ഞാൻ കുക്കറിലേക്കൊക്കെ ഇടുക. അപ്പോൾ ആദ്യം ചോറുണ്ടാക്കാൻ ഞാനിതാ ഈ ഒരു ചെറിയൊരു പാത്രം എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതാദ്യം കത്തിക്കാം. തീ കത്തിക്കട്ടെ. ഈ ബിരിയാണി എൻ്റെ ഒരു സ്റ്റൈൽ ബിരിയാണി. ഞാൻ എവിടെയും കണ്ടതല്ല, എല്ലാ വീഡിയോസും കാണും. എന്നിട്ട് അതിനൊക്കെ എടുത്തിട്ട് നമുക്കുള്ള സാധനങ്ങളൊക്കെ മാത്രം വെച്ചിട്ടുള്ള ഒരു ചെറിയ ബിരിയാണി. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ കുറച്ച് ഒഴിക്കാൻ. ചൂടായതിന് ശേഷം ഇതെല്ലാം അതിലേക്ക് അങ്ങോട്ട് ഇടും. എല്ലാം ഒരുമിച്ചിടും. അങ്ങനെ നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കും. ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതൊന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ KMCTയിൽ നിന്ന് കോള് വന്നു. അപ്പം നാളെ KMCTയിൽ പോകാനുണ്ട്. അപ്പോൾ സ്കാനിങ് കൺഫേം അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ അതെടുക്കാൻ പോയതുകൊണ്ട് നമ്മുടെ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യാം, ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വീഡിയോ എടുക്കുമ്പോൾ ചിലതൊക്കെ ഞാൻ ഇടാൻ മറക്കുമെന്നാക്കി തോന്നുന്നു. ഇത് ഞാൻ അങ്ങ് ഉണ്ടാക്കി പോകും. അപ്പോൾ നമ്മൾ ഏകദേശം ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതാണ് നമ്മുടെ അരിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ കുറച്ചരിയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഞാനൊരു കപ്പിന് അളവ് വെച്ചിട്ടുണ്ട്. അതിന് 2 കപ്പ് വെള്ളം ഒഴിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ്. അപ്പോൾ 1 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒഴിക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളം. ഇത് തിളക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഉപ്പിടും, കുറച്ച് പഞ്ചസാര ഇടും, പിന്നെ പിഴിഞ്ഞ് വെച്ചതുണ്ട് അതുകൂടെ ഒഴിക്കും. അപ്പോൾ
ആ 3 സംഭവങ്ങളാവാം. എന്നിട്ട് ഇത് തിളയ്ക്കട്ടെ. ഇത് തിളച്ചിട്ട് ബാക്കി പഞ്ചസാര ഇടണമൊക്കെ ഞാൻ ആരുടെയൊക്കെയോ കുക്കിംഗ് വീഡിയോയിൽ നിന്ന് കണ്ടതാണ്. അപ്പം ഞാനത് ഇട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതൊക്കെ ആഡ് ചെയ്യും. എന്തായാലും ബിരിയാണി ആവും. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഈ സമയം കുക്കറിൽ ചിക്കനുള്ള പരിപാടികളൊക്കെ നോക്കി വെക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ ഇടാം. കുക്കറിലേക്ക് ആദ്യം കുറച്ച് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടു. ഇനി ഉള്ളി നമ്മൾ ഉള്ളി ഇടുക. കുറച്ച് ഉള്ളി ഇവിടെ വയ്ക്കാം. മുഴുവൻ ഉള്ളി വേണ്ട. പിന്നെ അത് നോക്കിയിട്ട് ബാക്കിയിടാം, കുറച്ചിടാം. അപ്പോൾ പിന്നെ ജിഞ്ചർ പേസ്റ്റും തട്ടാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. കൈ വെച്ചിട്ടാണ് ഇളക്കുക. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇടുക. അപ്പം ഞാനിതിലിടുന്നത് മല്ലിപ്പൊടി ഇടും, മഞ്ഞൾപ്പൊടി ഇടും, കുരുമുളക് പൊടി ഇടും, പിന്നെ ഒരു ബിരിയാണി മസാല ഉണ്ട് പാക്കറ്റ്, അത് ഇടും ഒരു. അപ്പോഴേക്കും ഇവിടെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ടു കേട്ടോ. ഇത് മൂടി വെക്കാം, ഒന്ന് വെന്തോട്ടെ. അപ്പം നമ്മളെല്ലാ പൊടികളും ഇതിലേക്ക് ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി നമ്മളൊരു പാകത്തിന്. എന്ത്? പിന്നെ കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടലാണ് ഞാൻ. പിന്നെ ഈ അടുത്തത് ഇട്ടു. പിന്നെ മല്ലിപ്പൊടിയാണ് അടുത്തത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു അളവിനാണ് കേട്ടോ. ഞാൻ ഇതെത്ര ചിക്കനൊന്നും അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇടാം. കുറച്ച് ഞാൻ പറഞ്ഞ ബിരിയാണി മസാല ഇത് ലാസ്റ്റ് നമ്മൾ ചോറിൻ്റെ മുകളിലിടും. അപ്പം നല്ല ഫ്ലേവറാണ്. അപ്പോൾ കുറച്ചുള്ളൂ ഇതിൽ. അപ്പോൾ കുറച്ച് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും ഇട്ടു. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പം നമ്മുടെ സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറ് റെഡിയാകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇറക്കി കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് വരാം. ചോറ് അവിടെ നെയ്യിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്നാകുന്ന മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോഴേ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റെഡി ആവട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. തൈരൊക്കെ ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, ഇട്ട് പോവും. ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച്. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ ഇതവിടെ റെഡി ആവുന്നുണ്ട് മസാല. പിന്നെ ചോറുത റെഡിയായി ഇവിടെ നിൽക്കുന്നു, വേറിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ വേവിച്ചിട്ടുണ്ട്.
കുഞ്ഞാപ്പിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെന്തത് തന്നെ വേണം. കുഞ്ഞാപ്പിക്ക് മാത്രമല്ല അച്ഛനും. അപ്പോൾ ഞാൻ ഒന്ന് വേവിച്ചു. പിന്നെ നമ്മളിതാ ഉള്ളി ഫ്രൈ കുറച്ച് കൂടിപ്പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ റെഡി ആവട്ടെ, എന്നിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഒക്കെ റെഡിയായി. ഇത് കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ, അത് ഇനി ഒന്ന് ദമ്മിടാൻ വെക്കുമ്പോൾ അതങ്ങോട്ട് വറ്റിപ്പോവും. അപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇടണമെന്ന് ഞാൻ കാണിക്കില്ല, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. ലെയർ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ബാക്കി ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മുടെ ഫ്രൈ ഒനിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലി പുതിന ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ ബിരിയാണി മസാല ഉണ്ടല്ലോ, അത് സ്വല്പം കുറച്ച് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. മതി. ഞാൻ ഓരോ ലെയറും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ലെയറായി ഗൈസ്. ഇനി ഇതിലേക്ക് ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ 6 kg ഒഴിക്കും. 6 kg ഒഴിച്ച് നമുക്കിത് വിസിലില്ലാതെ വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ബിരിയാണിയൊക്കെ കുക്കറിൽ ദമ്മിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരാളുണ്ട്, എപ്പോൾ ഹലോ ഹലോ ഹലോ, ഇന്ന് ചായ കുടിച്ചിട്ടില്ല, ഒരു വസ്തു വേണ്ട, ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബിരിയാണി മതി. അത് റെഡിയായി വരണ്ടേ, അതുവരെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുകയാണ് അവള്. ദ ബാഡ് ഗേള്. എന്താണ് പൊടിയൊന്നും കഴിക്കാത്തത്? പഴം വേണോ? ഞാൻ കളിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ ഫോണൊന്നും വേണ്ട, പക്ഷേ ഞാൻ അടുക്കളയിലായതുകൊണ്ട് കളിക്കാൻ പോകാൻ വയ്യ. ഞാൻ ബിരിയാണി റെഡി ആയിട്ട് ബിരിയാണി കൊടുക്കട്ടെ, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. ESI പോയിട്ടുള്ള ആളറ്റ് തിരിച്ച് വന്നിട്ടും ഇല്ല, അവിടുന്ന് ആരെയും ഫോൺ എടുത്ത് വിളിച്ചിട്ടുമില്ല. ഫോണിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിളിക്കേണ്ടതാണ്. അപ്പോൾ വിളിച്ചിട്ടൊന്നുമില്ല. ESIയിൽ നമ്മളെ ചേച്ചിയുണ്ട്, അപ്പോൾ ചേച്ചീൻ്റെ ഫോണൊക്കെ എടുത്ത് വിളിക്കാം അത്യാവശ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ വിളിക്കാത്തത് കൊണ്ട് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താണാവോ, നാളെ ഇനി പോകാൻ പറ്റുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ബിരിയാണി സ്പെഷ്യലൊന്നുമല്ല, കാരണം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഉണ്ടാവില്ല ബിരിയാണി കഴിക്കാൻ നേരത്ത്. കുഞ്ഞാപ്പിക്ക് ബിരിയാണി എച്ചിമാമെന്ന് പറയും. കുഞ്ഞാപ്പിക്ക് ബിരിയാണി ഇഷ്ടമാണ്. എന്നൊന്നും കൊടുക്കല്ലേ, എപ്പോഴെങ്കിലൊക്കെ. ഇതേപോലെ ഒരു ഞായറാഴ്ച അങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഇന്നലെ നമ്മൾ കല്യാണത്തിന് പോയി, പക്ഷെ അവിടെ മന്തിയായിരുന്നു, അതുകൊണ്ട് കുഞ്ഞാപ്പ അധികം കഴിച്ചിട്ടുമില്ല. മന്തിയൊക്കെ കഴിക്കുന്നതാണ്, പക്ഷേ വയറ് നിറച്ചൊന്നും കഴിച്ചിട്ടില്ല, കുറച്ച് കഴിച്ച് അവിടെ നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ബിരിയാണി മാമാണെന്ന് പറഞ്ഞ് വന്നതാ കല്യാണത്തിന്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്നത്തെ അവിടെ പോയി വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ അധികം എടുത്ത് നിൽക്കാൻ നേരം ഉണ്ടാവില്ല, കാരണം 3 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ എന്തായാലും 2:15 ആകുമ്പോൾ ഇവിടുന്ന് പോകും. അപ്പോൾ പോകുന്നത് വരെ കാണിച്ചു തരാം കേട്ടോ. നാളെ ഇനിയിപ്പോൾ KMCTയിൽ പോകാനുണ്ടെങ്കിൽ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരും. അപ്പോൾ എന്തായാലും പോയി വരട്ടെ. അപ്പോഴേക്കും നമ്മളെ ബിരിയാണി ദമ്മ് റെഡി ആവട്ടെ. ദമ്മ് ഞാൻ പൊട്ടിക്കുന്നത് ഞാൻ മാത്രമായതുകൊണ്ട്, വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് എടുത്തത്. പിന്നെ ക്ഷമിക്കുക. പിന്നെ പ്ലേറ്റിലാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഗൈസ് ഫൈനൽ നമ്മളെ ബിരിയാണി ഇതാ അടിപൊളിയായിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. എന്തായാലും കഴിച്ചിട്ട് കുഞ്ഞാപ്പി എന്താ പറയണേ നോക്കാട്ടെ. അപ്പോൾ ഗൈസ് കുഞ്ഞാപ്പി ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ബിരിയാണി. ഇതെന്താ കുഞ്ഞാപ്പി? ബിരിയാണി മാമു. അപ്പോൾ ഞാൻ അടുത്തേക്ക് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് മാമു തിന്നാം. ആട്ട് തിന്നോ. തൈര് വേണ്ട, ഇവർക്ക് തൈരൊന്നും ഇഷ്ടമില്ല. വെച്ച് വേണ്ടേ? രസമുണ്ടോ? മാമു രസമുണ്ടോ? രസമില്ല? രസമുണ്ട്. എനിക്കിഷ്ടായോ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ ചേച്ചോട്ടെ. ഗൈസ് അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയ്ക്ക് കളർ, മസാല നല്ല ടേസ്റ്റ്. എരിവുണ്ടോ വെച്ചാൽ കുറച്ച് എരിവേ ഉള്ളൂ. കുഞ്ഞാപ്പി കഴിക്കാൻ പാകത്തിനുള്ള എരിവ്. എന്തായാലും ഞാൻ കഴിച്ച് എനിക്കിഷ്ടപ്പെട്ടു. ബാക്കി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഒരു സാധനം വീണ് കിട്ടി. അപ്പം ഏതാന്ന് നോക്കിയപ്പോൾ അത് ഈ ജാക്കറ്റ് മെത്ത. അപ്പോൾ ഇതതിൽ വെക്കട്ടെ. അപ്പോൾ ഓക്കെ, കുരുത്തക്കേട് നടക്കണേ. എവിടേക്കാടോ ഇങ്ങനെ നടക്കണേ? ഇത് കുഞ്ഞാപ്പി റംബൂട്ടാനെ കഴിക്കണ കുരു മുഴുവൻ ഇതിലിട്ടിട്ട് തൈകളുണ്ടായിന്. എങ്ങോട്ട് പോണേ? എങ്ങോട്ട്? എന്തിന്? വെറുതെ എന്തിനാ അവിടെ വരെ നടന്ന് നമ്മളെ സമയം വേസ്റ്റ് ആക്കണേ? ഇന്ന് കുളിക്കണ്ടേ? അമ്മ കുളിപ്പിച്ചു തരാം. പിന്നെ വലിച്ചോണ്ട് പോവല്ലേടോ. ഇവിടൊക്കെ പാമ്പുണ്ടാവും കേട്ടോ. ആ നമ്മളെ റംബൂട്ടാൻ ഇതാ ബാക്കിൽ വേറെ റംബൂട്ടാൻ ചവിട്ടല്ലേടോ. പുതിയ ഇലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു റംബൂട്ടാണ്ട്, അതും പുതിയ ഇല വരുന്നുണ്ട്. എന്ത്? ആ മിലുവിന്റെ വീട്ടിലുണ്ട്. മിലുവിന്റെ വീട്ടിലില്ലാത്തൊരു സംഗതി ഉണ്ടോ? അനക്കിതിലിരുന്ന് വലിക്കണോ? കുഞ്ഞാപ്പി ഈ പാളല്ലേ എന്നോ പറയുന്നത്. പാളല്ല, പട്ട. ഈ പട്ടയിലിരുന്ന് വലിക്കാൻ. അനക്കിതിലിരുന്ന് വലിക്കണോ? എന്നെ വലിക്കണം. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ കണ്ടില്ല, തൊടി നിറച്ചും എന്താണ് വിറകൊക്കെയാണ്. അപ്പോൾ മുറ്റത്തേക്ക് പോവാം. മുറ്റത്തേക്ക് മുറ്റത്തുനിന്ന് വലിക്കാം. ഗൈസ് ക്രൂയിസർ നിർത്തിയിട്ട് മൊത്തം ചെളിപ്പിളിയാണ് മുറ്റം. കുഞ്ഞാപ്പി ഇപ്പോൾ പട്ടയിൽ വലിക്കാൻ വേണ്ടിയിട്ട് ഡ്രില്ലടിച്ച് നടക്കുകയാണ്. അവിടെ വെയിലാണടോ. ഇവിടെ എൻ്റെ കുഞ്ഞാലേൻ്റെ അടുത്തുനിന്ന് അമ്മ വലിക്കാം. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് കാറിൻ്റെ അവിടെ നിന്ന് വലിക്കാം. അവിടെ കുറച്ചുകൂടും കൂടെ ഇത്. ഞാനിങ്ങനെ കൊട്ടശ്ശേരി കൊണ്ടുപോയിട്ടോ. പിടിച്ചോ അറിഞ്ഞു വീണോ? എന്താ നീ പിടിച്ചിരിക്കേ?
ബീഫോർ ആപ്പിളോ? ആ അതാണ് കടിയിട്ടു അത് തോർത്തുള്ള ചാള്. ഓയ് ഓയ് 2-3 ആക്കാനേ ആ ബക്കറ്റ് എടുത്ത് വെച്ചേക്ക്. ഇതിങ്ങനെ വലിച്ചെറിഞ്ഞതേ? ആ അതൊക്കെ വരുന്ന ആ ഇറങ്ങി വരുന്നാക്കണേ. ഇപ്പം കടിയിട്ടു ആ വരുന്നേ. വേടത്തച്ചേക്ക് ബക്കറ്റ് വേടത്തച്ചേക്കേ. വെറുതെ അടി വാങ്ങണ്ട. അപ്പളേ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? പോരാ? നല്ല രസമുണ്ടല്ലോ. ഏതാ ബിരിയാണി? ബിരിയാണിയൊക്കെ കഴിച്ചു ഗൈസ്. ബിരിയാണിയൊക്കെ കഴിച്ചൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞാപ്പി കരഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞാപ്പി ഉറങ്ങി. അപ്പോൾ ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബിരിയാണി കഴിച്ചവരോട് ചോദിച്ചു നോക്കാം ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു. പറയും ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി പോരാ, മസാല കൂടുതലാണ്. എന്താ നിങ്ങൾ കഴിച്ചില്ല? പള്ള കഴിച്ചുമ്പോൾ ചോറുണ്ടാക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് ടേസ്റ്റ് ഇല്ലയെന്ന് മനഃപൂർവ്വം ഞാനങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ട് പറയാൻ ടേസ്റ്റ് ഇല്ല. എന്നിട്ട് 2 പ്ലേറ്റ് ബിരിയാണി കഴിച്ചിന്. എന്നിട്ടാണ് ഈ ഇരിക്കുന്നത്. വയറൊക്കെ കണ്ടില്ലേ ഇതങ്ങനെ. അപ്പം ഗർഭിണിയായിന്. എന്നിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല അന്ന് പോയ കാര്യമൊക്കെ എന്തായി? ഞങ്ങൾ ESIൽ പോയതാന്നൊക്കെ പറഞ്ഞിനി. പോയതൊക്കെ റെഡിയായി ഗൈസ്. നാളെ ഇനിയിപ്പോൾ രാവിലെ KMCT പോകണം. പിന്നെ അവിടെ ന്യൂറോളജിനെ കാണണം. അതിന് ശേഷം MRI സ്കാൻ എടുക്കണം. അപ്പം നാളെ ഹോസ്പിറ്റലിൽ പോകുന്നത് നമ്മളൊരു ബ്ലോഗായിട്ടിട്ടുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ മറ്റന്നാളെങ്ങാനാവും ഞാൻ ഇടുണ്ടാവുക. ചൊവ്വാഴ്ച 26-ാം തീയതി ചൊവ്വാഴ്ച അന്നാണ് നമുക്ക് MRIക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ 26-ാം തീയതി നാളെയാണ്. നാളെ പോകും. അപ്പം നാളത്തെ വിശേഷങ്ങൾ നാളെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ കൊടുക്കും മനുഷ്യ. ബൈ.